Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. So this video is all about how I'm preparing my home and weekend grocery shopping. I got lot of messages regarding the last few videos, and alhamdulillah എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് ടെക്സ്റ്റ് വരുന്നുണ്ടായിരുന്നു. ദിസ് വൺ ഈസ് റിയലി ഗുഡ്, അല്ലെങ്കിൽ ദാറ്റ് വൺ ഈസ് റിയലി ഗുഡ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് സജഷൻസും ഒരുപാട് ഒപ്പീനിയൻസും ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഡീപ്പായിട്ട് പറയാത്ത കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയുമോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആൻഡ് ഒരുപാട് വീഡിയോസിൽ ഞാൻ ചില സമയത്തൊക്കെ വളരെ പോയിന്റ്സ് ഒക്കെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ട് ചെറിയൊരു ടോപ്പിക്ക് വിട്ടങ്ങ് പോകാറുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് വരെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചോദിച്ച് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ആൻഡ് ഐ എം സോ ഹാപ്പി, അൽഹംദുലില്ലാ. ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് എനിക്കും കുറച്ചുകൂടി പെട്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ വീക്കെൻഡ്, സാറ്റർഡേ മോർണിംഗ്. ഇറ്റ്സ് അറൗണ്ട് ഒരു 9:30, 10 o'clock ഒക്കെ ആവാനായിട്ടുണ്ട്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. അതുകൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് ബ്രഞ്ചാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് വാട്ടർ കെറ്റിൽ ഒരു 4 years ആയിട്ടോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു 2 to 3 times. റീസെൻ്റ്ലി അതിനെന്തോ ഒരു പ്രശ്നം, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മളുടെ നോർമൽ ഹാൻഡ് കെറ്റിൽ കുറച്ച് വാട്ടർ ബോയിൽ ആവാൻ വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് ബോയിൽ ആവട്ടെ. ഇറ്റ്സ് എ ഡീപ്പ് സോസ് പാൻ ഓഫ് ടെഫൽ ദാറ്റ് ഐ ബോട്ട് റീസെൻ്റ്ലി ഫ്രം ദുബായ് മോൾ ബ്രാൻഡ്ഫോർലെസ് എന്ന്. എൻ്റെ വിഷ് ലിസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 2019 മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ടെഫലിൻ്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് ഐ എം നോട്ട് എ ഗുഡ് കുക്ക്. ഇപ്പോഴും ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, എന്നാലും അന്നത്തെ വെച്ച് നോക്കുമ്പം ഇറ്റ് വിൽ ബി ബെറ്റർ. അതുകൊണ്ട് ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയൊരു സാധനമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പ്ലാൻ ചെയ്ത് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. ബേബി അബൂദിന് നമ്മൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി ബ്രാൻഡ്ഫോർലെസിലാണ് കൂടുതലും പോവാറ്. അവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ടോയ്സ് അവൈലബിൾ ആണ്. എപ്പോൾ പോയാലും കിട്ടും. അതുപോലെ അവന് ബ്ലോക്സ് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് നല്ല ഓഫർ പ്രൈസിൽ കണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഇക്കാക്കൻ്റെ കയ്യും കാലും പിടിച്ച് ഞാനിത് ഒപ്പിച്ചെടുത്തു. ആക്ച്വലി ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 200 something dirhams ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 49 dirhamsനാണ്. ബ്രാൻഡ്ഫോർലെസിൽ എല്ലാ മന്ത് എൻഡിലും അല്ലെങ്കിൽ 3 month കൂടുമ്പം അവരുടെ ഗ്രാൻഡ് സെയിൽ ഹാപ്പൻ ആവാറുണ്ട്. ആ സമയത്ത് നമുക്ക് പോയാൽ ഇതുപോലെയുള്ള നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സ് വളരെ ചീപ്പസ്റ്റ് എമൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഐ എം ജസ്റ്റ് ഗോൺ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽ ഓഫ് ദ പ്രൊഡക്റ്റ്. ടെഫൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 20 centimeter വരുന്ന ഡീപ്പ് സോസ് പാൻ ആണിത്. ഇതിൻ്റെ ഹാൻഡിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാൽ ടെഫലിൻ്റെ ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള സോസ് പാൻസോ ഫ്രൈയിങ് പാൻസോ എന്ത് വാങ്ങുമ്പോഴും നമുക്ക് വേറെ ഒരു ഹാൻഡിൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹാൻഡിൽ തന്നെ നമുക്കതിന് യൂസ് ചെയ്യാം. വാട്ടർ നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഈ ഒരു വാട്ടർ കെറ്റിൽ ഐ ബോട്ട് ഇറ്റ് ഫ്രം അൽവഹദ മാൾ അബുദാബി. ഇറ്റ്സ് എ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ കെറ്റിൽ. സൗഫ്രാക്സ് എന്ന് പറയുന്ന ഒരു തുർക്കിഷ് ബ്രാൻഡിൻ്റെ വാട്ടർ കെറ്റിലാണത്. ഇറ്റ്സ് റിയലി ഗുഡ്. എൻ്റെ കിച്ചണിലെ ഇലക്ട്രോണിക് വാട്ടർ കെറ്റിൽ കേട് വന്നപ്പോഴാണ് ഈ ഒരു കെറ്റിൽ എൻ്റെ കിച്ചണിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ബ്രഞ്ചാണ്, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒരുമിച്ചാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിയും കനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ബ്രഞ്ച്. അപ്പം ബ്രഞ്ചിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പുട്ടും കടലയാണ്. പുട്ട് കുറച്ച് ഹെവിയാണ്, നമുക്ക് നല്ലോണം ഗാസ്ട്രിക് ഇഷ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് സ്റ്റിൽ എപ്പോഴേലും കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വ്ളോഗ് ഞാൻ ഏകദേശം ഒരു 1 month ബാക്ക് എടുത്തതാട്ടോ. മൊബൈലിൽ കിടക്കുന്നത് കണ്ടപ്പം എന്തായാലും ഇതിവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളിപ്പോൾ മോർണിംഗ് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള
ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ പ്രിപ്പയർ ചെയ്യാറില്ല. എൻ്റെ ഹസ്ബൻഡ് കംപ്ലീറ്റ് ഡയറ്റിലാണ്. ഞാനാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. മാക്സിമം കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മളെ ലൈഫിൽ ഏറ്റവും ഒരു ബിഗ് സക്സസ് ആയിട്ട് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. ബിക്കോസ് കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ഹെൽത്തിന് എത്രത്തോളം ഡേഞ്ചർ ആണ് എന്നുള്ളത് നമുക്ക് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മളതൊന്ന് റിയലൈസ് ചെയ്യൽ. സോ ട്രൈ ടു അവോയ്ഡ് മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആർക്കും അങ്ങനെ പറ്റണമെന്നൊന്നുമില്ല. പക്ഷേ ലൈറ്റായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് കൊണ്ടുവരാം. മൊത്തത്തിൽ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം പതിയെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും പെട്ടെന്ന് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുട്ടൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് പുട്ട്. ബിക്കോസ് അതിൽ മൊത്തത്തിൽ നമ്മളുടെ വൈറ്റ് റൈസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ചെമ്പാ പുട്ടൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. കൂടുതൽ ആൾക്കാർക്കും ഈ ചെമ്പാ പുട്ട് എന്ന് പറയുമ്പോൾ തന്നെ മുഖം ഒന്ന് ചുളിക്കുന്നുണ്ടാവും. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ ഈ ചെമ്പാ പുട്ട്. അതിലെ റൈസിലാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അത് കഴിക്കുമ്പോൾ. ക്രേവിങ്സിലും മാറ്റം വരും, ഹെൽത്തിനും വലിയൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. ഏതൊരു ഫുഡും പരിധിയിലധികം കഴിച്ചാൽ നന്നായിട്ട് നമ്മളുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യും. പെർ ഡേ 3 ടൈംസിൽ കഴിക്കുന്നതിന് പകരം പെർ ഡേ 6 to 7 ടൈമായിട്ട് സ്വിച്ച് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ബോഡിയിൽ എന്തായാലും അത് എഫക്റ്റ് ചെയ്യില്ല. പടച്ചോൻ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹെൽത്ത്, ആരോഗ്യം. അത് വേണ്ട രീതിയിൽ വേണ്ട പോലെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് പല സാഹചര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? അതുകൊണ്ട് ഒരുപാട് ഫ്ലോലെസ്ലി ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ട്രൈ ടു കൺട്രോൾ ഇറ്റ്. ബേബി അബൂദിന് ഫീഡിങ് നിർത്തിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രഷ് മിൽക്ക് പതിയെ ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫാറ്റിൽ നമ്മൾ ഫ്രഷ് മിൽക്ക് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിന് കഫ് ഇഷ്യൂസ് പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഫീഡിങ് നിർത്തിയതിന് ശേഷം വാട്ടർ കൂടി കുടിക്കാണ്ടായപ്പോൾ ഹൈഡ്രേഷൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ പീഡിയാട്രീഷ്യൻ എനിക്ക് തന്നൊരു സജഷൻ ആയിരുന്നു, മിൽക്കിൻ്റെ കൂടെ ടോട്ടൽ ഫാറ്റിന് പുറമേ ഒരു 1.5 ഗ്ലാസ് നോർമൽ വാട്ടർ കൂടി ആഡ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് നമ്മൾ നോർമൽ വാട്ടർ കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഫ്രഷ് മിൽക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണെന്ന്. അതുകൊണ്ട് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ബേബി അബൂദിന് ഫ്രഷ് മിൽക്ക് ഫീഡ് ചെയ്യുന്നത് അതുപോലാണ്. കൂടുതൽ വാട്ടർ റിജക്റ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക് റിജക്റ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം കേട്ടോ. ഫ്രഷ് മിൽക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് വാട്ടർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് മിൽക്ക് കംപ്ലീറ്റ്ലി ഫീഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ബ്രഞ്ച് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഞാൻ ബ്രഞ്ചിന് ഉണ്ടാക്കിയത് വൈറ്റ് റൈസ് പുട്ടും നമ്മളുടെ വൈറ്റ് പീസ് കറിയും. ബ്രഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്ത് റെഡി ആവണം. സാറ്റർഡേയ്സിലാണ് ഞാൻ കൂടുതലും ഗ്രോസറി ഷോപ്പിംഗ്സ് ഒക്കെ നടത്താറ്. ബിക്കോസ് സൺഡേ എനിക്ക് ഒരു 1 വീക്കിനുള്ള മീൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഗ്രോസറി ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കി ഗ്രോസറി ബോക്സസ് ഒക്കെ ഫില്ല് ചെയ്ത് വെക്കണം. പ്രീവിയസ് വ്ളോഗിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ടാണ് 1 month മുന്നേ എടുത്ത ഈ ഒരു വ്ളോഗ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണവും. ഇതാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന എൻ്റെ മിൽക്ക് പോട്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ എന്നുള്ളത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ്. രുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ 1800 rupees വരുന്ന ഒരു മിൽക്ക് പോട്ടാണിത്. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഹെൽപ്ഫുൾ. സൈഡിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഉള്ളിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10 minutes ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ബോയിലായി വിസിൽ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. വിസിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 minutes കൂടി ബോയിൽ ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ബേബി അബൂദ് എഴുന്നേറ്റാൽ എന്താ ചെയ്യലെന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ താഴത്തെ കിച്ചണിൽ അവന് ഇഷ്ടപ്പെട്ട ബ്ലോക്സോ ടോയ്സോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തും. ഇടയിലൊന്ന് ഞാനും കൂടി കളിച്ചാൽ അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ കുക്കിംഗ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ നെസ്റ്റോയിലേക്ക് പോവാണ് വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 to 10 minute വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഒരു ഇന്ത്യൻ കിച്ചൺ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കേരള ഫുഡ് സ്റ്റൈലിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും എല്ലാ ഫുഡ് പ്രൊഡക്ട്സും നമുക്കവിടെ അവൈലബിൾ ആണ്.
എങ്ങനെയാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നത്, ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പ്ലാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ട് ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആക്ച്വലി ഗ്രോസറി ഷോപ്പിംഗ് എപ്പോഴും നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാൻ റീസെൻ്റായിട്ട് ലേൺ ചെയ്ത ഒരു കാര്യമാണ്. ഇതിൽ പറയുന്ന ഓരോ കാര്യവും ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേക്കാം. UAE ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലൈഫ്. ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർ കഴിക്കുന്ന ഫുഡും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ലിവിങ് എക്സ്പെൻസും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടിരിക്കും ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യനുള്ള ആൻസറും. ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് എപ്പോഴും റൈറ്റപ്പ് നോട്ട്സോ റൈറ്റപ്പ് പ്ലാൻസോ ഉണ്ടാക്കിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പം നമ്മളുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ അപ്പുറത്തേക്ക് കടക്കൂല. ഒരുപാട് സ്ഥലങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് പകരം കറക്റ്റായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരേ പ്ലേസിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ടൈം ഒത്തിരി സേവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. മാറി മാറി പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തപ്പി തിരഞ്ഞു നിന്നിട്ട് തന്നെ ഒരുപാട് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യും. സോ ടൈം മാനേജ്മെൻറ്റ് ഗ്രോസറി ഷോപ്പിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വീക്കിലി പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ട്വൈസ് എ വീക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ത്രൈസ് എ വീക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, 2 വീക്സ് കൂടുമ്പോൾ പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. എപ്പോഴും വൺസ് എ വീക്കോ ട്വൈസ് എ വീക്കോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ട ആവശ്യം വരില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടേയില്ല. കിച്ചണിൽ സാധനങ്ങളുടെ ലോസും ഉണ്ടാവില്ല. ബേബി പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടേക്ക് കെയർ വെരി വെൽ. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇത് നന്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റാഗി സീഡാണ്. ഈ സെയിം ബ്രാൻഡിൽ തന്നെ ലോക്കൽ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. ഈ റാഗി സീഡിന് വരുന്നത് 5 ദിറംസ് ആണെങ്കിൽ ലോക്കൽ റാഗി സീഡിന് 1 ദിറമേ വരുന്നുള്ളൂ. ഒരുപാട് പ്രൊഡക്ട്സ് ലോക്കൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടേക്ക് കെയർ വെരി വെൽ. ഗ്രോസറി ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞാൽ നല്ലൊരു ഗ്രോസറി ഷോപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് വീക്കിലി വൺസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാനറിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബക്കാലയിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് നടക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു റൈറ്റഡ് പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ ഷോപ്പിംഗ് എപ്പോഴും പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യും. വീട്ടിൽ വന്ന ഉടനെ ആദ്യത്തെ പരിപാടിയാണ് എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ബേബി അബൂദിന് പ്രത്യേകമായിട്ട് ഡിന്നറൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓട്ട്മീൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഓട്ട്മീൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ക്വാക്കർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓട്ടാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇതൊരു ബോയ്ക്കോട്ട് ബ്രാൻഡാണ് ആക്ച്വലി. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് UAEൻ്റെ പ്രൊഡക്റ്റാണ്. ഒരു ബോയ്ക്കോട്ട് ബ്രാൻഡാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഞാൻ ഇതിന്ന് സ്വിച്ച് ചെയ്ത് ക്യാപ്റ്റൻ ഓട്സും വൈറ്റ് ഓട്സും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഓട്ടിൻ്റെ അത്രയും മോന് ആ ഓട്സ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഓട്സ് പിന്നെയും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ആക്ച്വലി ബോയ്ക്കോട്ട് ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇത് കറൻ്റ്ലി പ്രൊഡക്ഷൻ നടക്കുന്നത് UAEയിലാണ്. സോ UAEൻ്റെ അണ്ടർ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് അൽഹംദുലില്ലാ യൂസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ആരെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ബോയ്ക്കോട്ട് ബ്രാൻഡ് അല്ലേ എന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതാണ്. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഹോൾ ഓട്സ് ആണ്. ഹീ ഈസ് ഫൈൻ വിത്ത് ദാറ്റ്. പക്ഷേ ആ സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ ഒരു 1 മന്ത് മുന്നേ എടുത്തതാണ്. ആ സമയത്ത് ഞാനിതുപോലെ പൗഡേർഡ് ഓട്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ ഞാൻ പതിയെ അതിന്ന് സ്വിച്ച് ചെയ്ത് ഹോൾ ഓട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മിൽക്കിൽ പനക്കൽക്കണ്ടവും നമ്മളുടെ പാം ക്യാൻഡി അതും ആവശ്യത്തിന് ഓട്സ് പൗഡറും വാട്ടറും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കും. ഇങ്ങനെയാണ് മോന് കറൻ്റ്ലി ഞാൻ ഓട്സ് കൊടുക്കുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പാൻസാണ് മോന് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. ലീക്കേജ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. നൈറ്റ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു റിസ്കി ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസേഷനാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രോസറി ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പാം ക്യാൻഡി ബേബി അബൂദിന് 6 മന്ത് മുതൽ ഇപ്പോൾ വരെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പാം ക്യാൻഡിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. അൺറിഫൈൻഡ് ഷുഗർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. മോന് മാത്രമല്ല നമുക്ക് വേണമെങ്കിലും ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. ലുലുവിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിത് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ നെസ്റ്റോന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യാറ്.
എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിൽ 2 or 4 ടൈംസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാം ക്യാൻഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അൺറിഫൈൻഡ് ആയിട്ടുള്ള നാച്ചുറൽ ഷുഗർ കൊടുക്കുന്നത്. ഈ പാം ക്യാൻഡി ബേബീസിനാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഞാൻ മോനെ ആദ്യമായിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നും ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദിൽറുബ, അവളാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും പാം ക്യാൻഡി ഒന്നും യൂസ് ചെയ്ത് കണ്ടിട്ടേ ഇല്ല. സോ ഫസ്റ്റ് ടൈം ബേബി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കും ലൈഫിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനൊക്കെ കിട്ടുമ്പം അതവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെയായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് ഐ എം കംപ്ലീറ്റ്ലി ഷുവർ അബൌട്ട് ദാറ്റ്. പാം ക്യാൻഡി പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പീനട്ട്. പീനട്ട്സ് ആർ റിയലി ഗുഡ് ഫോർ ബേബീസ് ഹെൽത്ത്. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ പീനട്ട്സ് നല്ല മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പീനട്ട്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ വെയിറ്റ് ഗെയിനിങ്ങിൽ നല്ലൊരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബേബി അബൂദ് വളരെ സ്ലിമ്മായിട്ടുള്ള ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ബേബി ആയിരുന്നു. ഞാൻ വെയിറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ എനിക്ക് തന്ന സജഷൻസാണ്, നട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് പ്രത്യേക റേഷ്യോ ഒന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ വാൾനട്ട്സ് അധികം യൂസ് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദെയർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് വാൾനട്ട്സ് കുറച്ച് അധികം ഇട്ടിട്ട് ബാക്കി എല്ലാ നട്ട്സും സെയിം റേഷ്യോയിൽ എടുത്തിട്ട് ഒന്ന് വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന കുറുക്കിൽ 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഡെയിലി ഒരു 2 to 3 ടൈംസ് ഫീഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ബേബീൻ്റെ വെയിറ്റിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബേബി അബൂദിന് നന്നായിട്ട് വെയിറ്റ് ലോസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്തത് ആ ഒരു പൗഡറായിരുന്നു, ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം. ആൻ ഇമ്പോർട്ടൻറ്റ് റിമൈൻഡർ, എവറി ബേബീസ് ബോഡീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ ഒരു ഫുഡ് കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ ബേബി തടി വെക്കാൻ ചാൻസ് കൂടുതലുമാണ് കുറവുമാണ്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബേബീസ് ബോഡി. ഗ്രോസറി ഷോപ്പിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രോസറി ഓർഗനൈസേഷൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഗ്രോസറി ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ഷോപ്പിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മെഡിസിൻസ് സ്പ്രേ ചെയ്തിട്ടായിരിക്കും അത് ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെക്കുന്നത്. ഈ മെഡിസിനൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മളുടെ കിച്ചണിൽ കൊണ്ടുവന്ന് 1 or 2 ഡേയ്സ് അതേ പാക്കറ്റിൽ കീപ്പ് ചെയ്യുന്നത്. സോ ട്രൈ ടു ഓർഗനൈസ് ഈച്ച് ആൻഡ് എവറി ഗ്രോസറീസ് ഓൺ ടൈം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. വെജിറ്റബിൾസ് ഓഫ് കോഴ്സ് എന്തായാലും ഒരുപാട് മെഡിസിനൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാണ്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ ബനാനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു വെറ്റ് വൈപ്സോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യോ വെച്ചിട്ട് നോർമൽ വാട്ടർ കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് തുടച്ചതിന് ശേഷം മാത്രം കണ്ടോ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്പോട്ട് ക്ലീനിങ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിക്കുന്ന സമയത്തെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബനാനൻ്റെ ഔട്ടർ പോർഷൻ കംപ്ലീറ്റ്ലി ലൈറ്റ് വാം വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഞാൻ കൂടുതലും എൻ്റെ കിച്ചണിൽ ഓർഗാനിക് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓർഗാനിക് വെജിറ്റബിൾസ് ഒരു നല്ല ഓപ്ഷനാണ്. UAE എനിക്ക് തോന്നുന്നു എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈ ഓർഗാനിക് വെജിറ്റബിൾസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ പോകുന്ന ചെറിയ ചെറിയ ഷോപ്പിലൊന്നും അവൈലബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 15 മിനിറ്റ്സ് നൂൺ ആപ്പിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രോസറി ഷോപ്പിംഗ് ടൈമിൽ ഞാൻ ഒരുപാട് ടേക്ക് കെയർ ചെയ്തിട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പർച്ചേസ് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ചെയ്യേണ്ട ഓരോ പ്രൊഡക്ട്സും ഏത് വിധത്തിലാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ചിക്കനും ബീഫൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ബോക്സിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ അത് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് വരെ, അപ് ടു 1 വീക്ക് അത് വലിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാണ്ട് മുന്നോട്ട് പോകും. നമ്മൾ ഈ പർച്ചേസ് ചെയ്ത സെയിം കവറിലാണ് നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ഞാനൊരു ചിക്കനൊക്കെ വാങ്ങിയാൽ ഇതുപോലെ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതാകുമ്പോൾ നമുക്ക്
നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ വാട്ടറിലിട്ട് ചീത്തയാക്കുന്നതിലും നല്ലത് ആവശ്യത്തിനടുത്ത് കുക്ക് ചെയ്യുന്നതാണെന്ന് തോന്നി. ഓർഗനൈസേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ ലാസ്റ്റ് ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. ഇന്ന് ഒത്തിരി ലേറ്റായി. നോർമലി 7:30 ആണ് നമ്മളുടെ ഡിന്നർ ടൈം. എപ്പോഴൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം എന്തായാലും മറക്കാണ്ടിരിക്കില്ല. അപ്പം അങ്ങനെ ഞാൻ മറന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമായിരുന്നു മിൽക്ക്. അതുകൊണ്ട് ബക്കാലയിൽ വിളിച്ച് മിൽക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് യാ, ദിസ് ഇസ് ഹൗ മൈ വീക്കെൻഡ് ഷോപ്പിംഗ് വ്ലോഗ് ലുക്സ് ലൈക്ക്. Hope you enjoy the video. If you like this video, then please do follow, like, share, comment and subscribe. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്.